ഇത് ടി വി എസിൻ്റെ എൻഡോർക്കാണ് വണ്ടി. എൻഡോർക്ക് രാവിലെ സ്റ്റാർട്ടാകാൻ മടിയാണ്. ഒന്ന് സ്റ്റാർട്ടായി കഴിഞ്ഞാൽ പിന്നെ രാവിലെ സ്റ്റാർട്ടാകാൻ മടി. ഒന്ന് സ്റ്റാർട്ടായി കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. രാവിലത്തെ സ്റ്റാർട്ടിങ്ങാണ് പാട്. അന്നേരം ഞാനിപ്പോൾ ഇതിൻ്റെ നോക്കിയപ്പോൾ ഇതിൻ്റെ ഓട്ടോ ചോക്ക് വർക്ക് ചെയ്യുന്നില്ല. അന്നേരം ഓട്ടോ ചോക്ക് ഞാൻ അഴിച്ച് വെച്ചേക്കാണ്. ഇതിങ്ങനെ വെച്ച് സെൽഫ് അടിക്കുന്ന സമയത്ത് ഇതിങ്ങനെ മുകളിലോട്ട് പൊങ്ങണം. എന്നാലുള്ള നമുക്ക് ഡയറക്റ്റ് പെട്രോൾ രാവിലെ സ്റ്റാർട്ടിങ്ങിനായിട്ട് എടുക്കുള്ളൂ. ചൂടായി കഴിയുമ്പം അതിൻ്റെ ആവശ്യമില്ല. ഇതങ്ങ് ഓഫായി കിടന്നോളൂ. സ്റ്റാർട്ടായി കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ അങ്ങ് ഓഫായി പോകും. ഓട്ടോ ചോക്കാണ്. പിന്നെ ആവശ്യത്തിനനുസരിച്ച് പെട്രോൾ അതിന് ചെല്ലും. അന്നേരം സെൽഫ് ഒന്ന് അടിച്ച് നോക്കാം. അല്ല, ഇതിപ്പം വർക്ക് ചെയ്യുന്നില്ല. ഇതിപ്പോൾ ചോക്ക് ഇങ്ങനെ തുറന്ന് വെച്ചേക്കൊണ്ടാണ് സ്റ്റാർട്ടായത്. അപ്പോൾ ഇത് ചോക്ക് ഇങ്ങനെ ഇതിനെ ദൂരി ഇട്ടേക്കുന്നുണ്ട്. ഇതിലെ പെട്രോൾ കിട്ടിയപ്പോൾ സ്റ്റാർട്ടായതാണ്. ഇതിങ്ങനെ മുകളോട്ട് പൊങ്ങണം സെൽഫ് അടിക്കും. പക്ഷേ അത് അനങ്ങുന്നില്ല. വർക്ക് ചെയ്യുന്നില്ല. എന്നിട്ട് നമുക്ക് ഈ ചോക്ക് പോയതാണെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഈ ഒരു ബാറ്ററി എടുത്ത് അത് കണക്ട് ചെയ്ത് നോക്കട്ടെ. ചോക്കിൻ്റെ കംപ്ലൈൻ്റ് ആണോ, ഈ ചോക്ക് യൂണിറ്റ് പോയതാണെന്ന് ഇവിടെ കണക്ഷൻ കൊടുത്ത് നോക്കി അറിയാൻ പറ്റും. ഈ ചോക്ക് യൂണിറ്റ് കംപ്ലൈൻ്റ് ഒന്നുമില്ല. ചോക്ക് യൂണിറ്റ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. കണ്ടു കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് ചോക്ക് യൂണിറ്റ്, ഈ യൂണിറ്റിന് കുഴപ്പമില്ല. അന്നേരം താഴെ ഒരു ടെമ്പറേച്ചർ സെൻസർ ഉണ്ട്. നോക്കാം. ഈ താഴെയായിട്ട് ഇതിനൊരു ടെമ്പറേച്ചർ സെൻസർ വരുന്നുണ്ട്. നമുക്കിത് ആദ്യം ഇത് കണക്ട് ചെയ്യാം. ഇതിൻ്റെ കണക്ട് ചെയ്ത് വെക്കാം. ഈ സോക്കറ്റിനെ കുത്തി സെറ്റ് ചെയ്ത് വെക്കാം. നമുക്ക് ഇങ്ങനെ തന്നെ മാറ്റി വെക്കാം. ഈ ടെമ്പറേച്ചർ സെൻസറിൻ്റെ വയറൊന്ന് ഊരി വിടാം. ഈ താഴ്വശത്തായിട്ടാണ് വരുന്നത്. ഈ ടെമ്പറേച്ചർ സെൻസറിൻ്റെ വയർ ഇതിലേ വന്നിട്ട് താഴോട്ട് കിടക്കും. ആ വയർ നമുക്ക് ഊരി വിടാം. സെൻസറിൻ്റെ ആണെങ്കിൽ കംപ്ലൈൻ്റ് ആണെങ്കിൽ വയർ വിടുമ്പം അത് വർക്ക് ചെയ്യും. ഇച്ചിരി പാടാണ്. ഊരി എടുത്തിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ വയർ വരുന്നത്. ടെമ്പറേച്ചർ സെൻസറിൻ്റെ വയറാണിത്. ഈ വരുന്ന അതിൻ്റെ സെൻസറിൻ്റെ വയർ. ഇതൊരു ചെറിയ സ്ക്രൂ ഇട്ട് മുറുക്കി വെച്ചേക്കും. ഇപ്പോൾ നമ്മൾ ഊരി ഇട്ട് കഴിഞ്ഞാൽ ഇത് സെൽഫ് അടിക്കുമ്പോൾ ഇത് വർക്ക് ചെയ്യാം. ഇതിപ്പോൾ ഊരി ഇട്ട് കഴിഞ്ഞാൽ ഈ സെൻസറിൽ നിന്ന് വയർ ഊരി വിട്ടു. ഇനിയിപ്പോൾ ഇത് വർക്ക് ചെയ്യണം. സെൽഫ് അടിക്കുമ്പോൾ സെൽഫ് അടിച്ച് നോക്കാം. ഉണ്ടോ? അകത്തോട്ട് കയറിയുണ്ടോ? വർക്ക് ചെയ്യുന്നുണ്ട്. ഇതുപോലെ വർക്ക് ചെയ്യണം. അന്നേരം ഈ സെൻസറിൻ്റെ ഈ താഴത്തെ സെൻസർ നമുക്ക് കഴിയാം. സെൻസറിൻ്റെ ഇപ്പം നമ്മൾ ഇതിപ്പോൾ ഇത് ബോഡിയെ മുട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് വർക്ക് ചെയ്യരുത്. ഇതിങ്ങനെ ബോഡിയെ മുട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ വർക്ക് ചെയ്യത്തില്ല. നമ്മൾ സെൽഫ് അടിച്ച് നോക്കാം. ഉണ്ടോ? ഇപ്പം സെൽഫ് അടിച്ചാൽ വർക്ക് ചെയ്യത്തില്ല. വർക്ക് ചെയ്യത്തില്ല. പക്ഷേ എടുത്തു കഴിഞ്ഞാൽ വർക്ക് ചെയ്യത്തുള്ളൂ. എടുത്തിട്ട് ഉണ്ടോ? വർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് താഴത്തെ സെൻസറിൻ്റെ കുഴപ്പം കൊണ്ടാണ് ചോക്ക് വർക്ക് ചെയ്യായിരുന്നു. നമുക്ക് സെൻസറിങ് അയച്ചെടുക്കാം. ഇതാണ് എൻ്റെ ടെമ്പറേച്ചർ സെൻസർ വരുന്നത്. ഈ വയർ ഇവിടെ ഇട്ട് സെറ്റ് ചെയ്യുവാണ് സ്ക്രൂ ഇട്ട്. ഈ സെൻസർ കംപ്ലൈൻ്റ് ആയതുകൊണ്ടാണ് ചോക്ക് വർക്ക് ചെയ്യാൻ. ഈ സെൻസർ വർക്ക് ചെയ്യാനാണ് ചോക്ക് വർക്ക് ചെയ്യാൻ. അപ്പോൾ നമുക്കിപ്പം തൽക്കാലം ചുമ്മാ ഒന്ന് ഇതിനകത്ത് വെച്ച് സ്റ്റാർട്ടാക്കാം. ബാക്കി ആക്സിഡൻറ്റ് കൊടുക്കുമ്പോൾ ടിക്ക് എന്നൊരു സൗണ്ട് കേൾക്കണം. ഇത് കാശ് കൊടുത്ത് കഴിയുമ്പോൾ ഇപ്പോൾ ഓട്ടോ ചോക്ക് വർക്കിംഗ്, അതുകൊണ്ട് റേസിംഗ് ആയിട്ടിരിക്കുന്നത്. ഇത് കൊടുത്ത് കഴിയുമ്പോൾ കണ്ടോ നമ്മുടെ കണ്ടോ ഹോസ്പിറ്റൽ വന്നുണ്ടോ? അതായത് ഇതിന് വയറിങ്ങിനോ മറ്റുള്ള കാര്യമോ ഒന്നും കുഴപ്പമില്ല. ഞാൻ വരുമ്പോൾ ഹോസ്പിറ്റൽ കറക്റ്റായി. എന്തായാലും സെൻസർ കംപ്ലൈൻ്റ് ആയിട്ടാണ് ഈ രാവിലെ സ്റ്റാർട്ടിംഗ് വന്നത്. ഈ സെൻസർ മാറ്റി പറഞ്ഞു.